ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി വേൾഡ് വിത്ത് മൺകുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വേട്ടയുടെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ നമ്മളൊരു ക്യാഷ് ചലഞ്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ 3 പേരായിരുന്നു വിജയികളായിട്ടുണ്ടായിരുന്നത്. ഒരാൾ അതിൻ്റെ ക്യാഷ് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്, ബാക്കി 2 പേരും എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല. ശ്രീജ എം എന്ന് പറയുന്ന ഒരു ചേച്ചിയും സുനീർ കെ എന്ന് പറയുന്ന ഒരു ചേട്ടനുമാണ് പിന്നെ ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് അയച്ചു തരുന്നതായിരിക്കും. ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന മെയിലിലോ ഒന്ന് മെയിൽ ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾ 2 പേരും എന്നെ കോൺടാക്റ്റ് ചെയ്ത് GPay നമ്പർ അല്ലെങ്കിൽ QR കോഡ് ഷെയർ ചെയ്ത് തന്നാൽ മതി. ഞാൻ അതിനകത്ത് ക്യാഷ് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും വിട്ടു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വേട്ടയുടെ പുതിയ സ്റ്റോറിയിലേക്ക് കിടക്കാം. ഫോൺ കട്ടായിട്ടും റോക്കി മരവിച്ച് നിന്നുപോയി. തൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പമുണ്ടായ കൂട്ടുകാരൻ, തൻ്റെ എല്ലാമെല്ലാമായ ചങ്ക്. അവനിപ്പോൾ സാവിയോയുടെ സങ്കേതത്തിൽ നരകവേദന അനുഭവിച്ച് കിടക്കുന്നു. അയാൾ അവനെ ക്രൂരമായി ഉപദ്രവിക്കും. തന്നോടുള്ള ദേഷ്യം മുഴുവൻ അവനിൽ തീർക്കും. എന്തു പറ്റിയടാ? ആരാണ് ഫോണിൽ? മറ്റൊരു സുഹൃത്ത് സെബാനാണ് ചോദിച്ചത്. ആന്റണി അവരുടെ കയ്യിൽപ്പെട്ടു. അവൻ്റെ നിലവിളി ഞാൻ കേട്ടു. അവന്മാർ അവനെ കൊല്ല ചെയ്യുകയാണ്. അവസാനം പറഞ്ഞപ്പോൾ റോക്കി തേങ്ങിപ്പോയി. സെബാനും മരവിച്ച് നിൽക്കുകയായിരുന്നു. എന്തിനാ അവനെ അവർ പിടിച്ചുകൊണ്ടുപോയത്? വിറച്ചുകൊണ്ട് സെബാൻ ചോദിച്ചു. അവന് നമ്മളോട് ശത്രുതയുണ്ടല്ലോ സെബാനെ. അവന് കീർത്തനയെയും കുടുംബത്തെയും ജീവനോടെ വേണം, പിന്നെ എന്നെയും. കല്ലൂക്കാരന്മാരുടെ കുടുംബത്തിലെ ഓരോ തരിയെയും ഇല്ലാണ്ടാക്കിയവനല്ലേ ഞാൻ. അവന്മാർക്ക് ആരെയും കൊല്ലാം, ആരെയും ദ്രോഹിക്കാം, എന്തും ചെയ്യാം. തിരിച്ച് സ്വന്തം കുടുംബത്തിൽ അതേപോലെ കിട്ടിയപ്പോൾ ചെറ്റകൾക്ക് സഹിക്കുന്നില്ല. ദേഷ്യം സഹിക്കാൻ പറ്റാതെ കൈ ചുരുട്ടി ഭിത്തിയിലിടിച്ചു റോക്കി. ഞങ്ങളെ കൊണ്ടുപോയി അയാളെ ഏൽപ്പിച്ചിട്ട് ആ ചേട്ടനെ രക്ഷിക്ക്. എല്ലാം കേട്ടുകൊണ്ട് നിന്ന കീർത്തനയാണ് അത് പറഞ്ഞത്. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ. അത്രയും പറഞ്ഞ റോക്കി എന്ത് ചെയ്യണമെന്നാലോചിച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പെട്ടെന്ന് എന്തോ ഒരു കാര്യം ഓർത്തതുപോലെ റോക്കി സെബാന്റെ അടുത്തേക്ക് ചെന്നു. സെബാനെ, ഇന്ന് ഏതാ ആഴ്ച? ഇന്ന് ബുധനാഴ്ച. സെബാൻ അത് പറഞ്ഞതും റോക്കി തന്റെ വാച്ചിലേക്ക് നോക്കി. സമയം 4 മണി ആകാൻ പോകുന്നു. സെബാനെ, നിന്റെ കാർ എടുക്ക്, ഒരു പണിയുണ്ട്. റോക്കി അത് പറഞ്ഞതും ഒന്നും ആലോചിക്കാതെ തന്നെ സെബാൻ കാർ എടുത്തു. അവർ എങ്ങോട്ടാണ് പോയതെന്നോ എന്താണ് ഉദ്ദേശമെന്നോ കീർത്തനയ്ക്ക് മനസ്സിലായില്ല. ജോസഫ് പത്രോസ് ആകെ തളർന്നു പോയിരുന്നു. എന്താടാ ജോസഫേ, താൻ ആകെ അവശത പോലെ നിൽക്കുന്നത്? തന്നോട് ഞാൻ എന്താ പറഞ്ഞത്? വർക്കിയെ ചോദ്യം ചെയ്യാനല്ലേ. താൻ അത് ആദ്യം ചെയ്. രാജീവ് കൃഷ്ണൻ ജോസഫിനോട് ചോദിച്ചു. ജോസഫ് പത്രോസ് വർക്കിയെ ദയനീയമായി നോക്കി. വർക്കിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തനിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അങ്ങ് പറഞ്ഞേക്ക്, പതർച്ചയോടെ ജോസഫ് പത്രോസ് പറഞ്ഞു. ആഹാ, കൊള്ളാമല്ലോ. വർഷങ്ങൾ ഇത്രയായിട്ടും ഇങ്ങനെയാണോ ജോസഫെ ഒരാളെ ചോദ്യം ചെയ്യുന്നത്? ഇതിനു മുൻപും താൻ നല്ല രീതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പോഴെന്തു പറ്റി? രാജീവ് കൃഷ്ണൻ ജോസഫ് പത്രോസിന്റെ അടുത്തേക്ക് ചെന്നു. ജോസഫ് പത്രോസ് 2 വിശുദ്ധന്മാരുടെ പേര്. ഒന്ന് യേശുവിൻ്റെ വളർത്തുപിതാവ്, മറ്റേത് യേശുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ, സ്വർഗത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ വിശുദ്ധ പത്രോസ്. 2 വിശുദ്ധന്മാരുടെ പേരുണ്ടായിട്ടും സ്വഭാവം യൂദാസിന്റെ അല്ലേ? രാജീവ് കൃഷ്ണൻ ഗൗരവത്തിലാണ് ജോസഫിനോട് അത് ചോദിച്ചത്. അത് കേട്ട് ജോസഫ് പതറി. സാറേ, ഞാൻ... വേവലാതിയോടെ ജോസഫ് രാജീവ് കൃഷ്ണനെ വിളിച്ചു. നിർത്തടച്ചെറ്റെ, ഞാൻ മണ്ടനാണെന്ന് കരുതിയോ നീ? ജോസഫിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് രാജീവ് ചോദിച്ചു. ജോസഫ് പത്രോസിന്റെ തൊണ്ടയിലെ വെള്ളം വറ്റി, തൊണ്ട വരണ്ടു. എടാ ജോസഫേ, കല്ലൂക്കാരന്മാരുടെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അരവിന്ദന് എൻ്റെ അച്ഛൻ നൽകിയ എല്ലാ രേഖകളും. തൻ്റെ ജീവൻ അപകടത്തിലാവുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ അരവിന്ദൻ അത് നേരത്തെ തന്നെ എനിക്ക് അയച്ചിരുന്നു. അത് തരുമ്പോൾ എന്നോട് ഒന്നേ പറഞ്ഞുള്ളൂ അരവിന്ദൻ. DYSP ആയ സാർ മകനായി ഉണ്ടായിട്ടും വെറും ഒരു SI ആയ എന്നെ
മേനോൻ സാർ ഇത് ഏൽപ്പിച്ചത് ഒരു പക്ഷേ സാറിനോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടാവാം. പക്ഷേ എൻ്റെ ജീവൻ അപകടത്തിലാണ്. ഏതു വിധേനയും അവരിത് കൈക്കലാക്കും. കൂടെയുള്ളവരെ ആരെയും വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ സാറിനെ തന്നെ ഇത് ഏൽപ്പിക്കുന്നത്. മേനോൻ സാറിനെ ചതിക്കരുത്. അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ രേഖകൾ എത്തേണ്ട സ്ഥലത്ത് എത്തണം. കല്ലുകാരന്മാരുടെ കയ്യിൽ വിലങ്ങു വീഴണം. മരവിച്ചു നിൽക്കുന്ന ജോസഫിന്റെ അടുത്തേക്ക് ചെന്നു രാജീവ് കൃഷ്ണൻ. മുൻ DIG കൃഷ്ണമേനോൻ എൻ്റെ അച്ഛനാണെന്നും അവരുടെ രഹസ്യങ്ങൾ ഒപ്പിയെടുത്ത ദീപു എൻ്റെ അനിയനാണെന്നും എൻ്റെ അച്ഛനെ കല്ലുകാരന്മാരാണ് കൊന്നതെന്നും അവന്മാരോടുള്ള പ്രതികാരത്തിനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും തന്നോട് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വം തന്നെയാണ്. താൻ ഈ വിവരം അവരെ അറിയിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവരതറിയണം. ഞാൻ ആരാണെന്നും എൻ്റെ ഉദ്ദേശം എന്താണെന്നും. എനിക്കെതിരെ തിരിയുന്ന കല്ലുകാരന്മാരുടെ മുന്നിലേക്ക് അവന്മാരുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിരത്തിവെക്കും. കല്ലുകാരൻ സാവിയോ ആരാണെന്നും അവന് ആരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നും നീ ധൈര്യമായിട്ട് ചെന്ന് പറയണം. രാജീവ് കൃഷ്ണനെ കൊല്ലാനായിട്ടുള്ള എല്ലാ സന്നാഹത്തോടും കൂടി ചെല്ലാൻ. കല്ലുകാരന്മാരുടെ വീടിന്റെ അടിവേര് പറിച്ചെടുക്കാനുള്ള ആയുധത്തിന് ഞാൻ മൂർച്ച കൂട്ടിക്കഴിഞ്ഞു. ജോസഫ് പത്രോസ് തലയും കുമ്പിട്ട് പുറത്തേക്കിറങ്ങിപ്പോയി. മെയിൻ റോഡിൽ നിന്നുമുള്ള ഇടവഴിയുടെ സൈഡിൽ റോക്കിയും സെബാനും വന്ന കാറ് ആരെയോ കാത്തെന്ന വണ്ണം കിടന്നു. അല്പം കഴിഞ്ഞ് അലക്സാണ്ടറിന്റെ കാർ വരുന്നത് കണ്ടു. സെബാൻ കാർ മുന്നോട്ടെടുത്തു. നേരെ അലക്സാണ്ടറിന്റെ കാറിന് മുന്നിൽ വട്ടം വെച്ചു. അലക്സാണ്ടറിന്റെ കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. റോക്കി കാറിൽ നിന്നും ഇറങ്ങി അലക്സാണ്ടറിന്റെ കാറിന്റെ അടുത്തേക്ക് ചെന്നു. കാറിൽ ഡ്രൈവറും ദർശനയുടെ മകൾ ചിന്നുവുമാണ് ഉണ്ടായിരുന്നത്. റോക്കി ബാക്ക് ഡോർ തുറന്ന് ചിന്നുവിനെ പുറത്തിറക്കി. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആരാ നിങ്ങൾ? കാറിൽ നിന്നും ഇറങ്ങി ഡ്രൈവർ ദേഷ്യത്തിൽ ചോദിച്ചു. സെബാൻ ഡ്രൈവറിന്റെ കരണത്ത് ഒന്ന് കൊടുത്തു. ശേഷം കാറിൽ ചേർത്തു നിർത്തി കഴുത്തിൽ കൈവച്ചമർത്തി ലോക്ക് ചെയ്തു. ഡ്രൈവർ കുതറി. അടങ്ങി നിൽക്കടാ നായേ, സെബാൻ മുരണ്ടു. നിന്റെ മുതലാളിയോട് പറഞ്ഞാൽ മതി അനിയന്റെ മകളെ ഞാൻ കൊണ്ടുപോയി എന്ന്. ബാക്കി നേരിട്ട് പറഞ്ഞോളാം. റോക്കിയാണ് അത് ഡ്രൈവറോട് പറഞ്ഞത്. ശേഷം ചിന്നുമോളെ തൂക്കിയെടുത്ത് കാറിലേക്ക് കയറ്റി റോക്കി. എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഭയത്തോടെ ചിന്നുമോള് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. നിന്റെ അമ്മ വന്ന് കൊണ്ടുപോയിക്കൊള്ളും. കരയാതെ അടങ്ങിയിരിക്കൂ. ഒരു മയവുമില്ലാതെ ദേഷ്യത്തിൽ റോക്കി പറഞ്ഞു. സെബാൻ കാർ മുന്നോട്ടെടുത്തു. പരവശപ്പെട്ട് ഡ്രൈവർ പുറകെ ഓടിയെങ്കിലും കാർ അതിവേഗത്തിൽ മുന്നോട്ട് പോയി. റോക്കി അലക്സാണ്ടറിന്റെ വീട്ടിലേക്ക് കോൾ ചെയ്തു. ദർശനയാണ് ഫോൺ എടുത്തത്. ഞാനാ റോക്കി. എന്താ? നിന്റെ മകൾ എൻ്റെ കൂടെയുണ്ട്. ഈ വിവരം അലക്സാണ്ടറിനെ അറിയിച്ചേക്ക്. അത് കേട്ട് ദർശന നടുങ്ങി. എൻ്റെ ഒരാളെ അലക്സാണ്ടറും സാവിയോയും കൂട്ടിപ്പിടിച്ച് പൂട്ടിയിട്ടുണ്ട്. അവനെ എനിക്ക് ജീവനോടെ കിട്ടണം. അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ മകളെ നീ മറന്നേക്ക്. ഫോൺ കട്ടായി. ഒന്ന് കരയാൻ പോലും ആവാതെ മരവിച്ച് നിന്നു പോയി ദർശന. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് കീർത്തന ഡോറ് തുറന്നു. പുറത്ത് റോക്കി ചിന്നുമോളെയും കൊണ്ട് നിൽക്കുന്നു. ഏതാ ഈ കുട്ടി? അമ്പരപ്പോടെ കീർത്തന ചോദിച്ചു. കല്ലുകാരന്മാരുടെ അവസാനത്തെ കണ്ണിയാണ്. കല്ലുകാരൻ ജെയിംസിന്റെ മകൾ. ഇതിനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആന്റണിയെ തിരിച്ചു കിട്ടാൻ. ജീവനോടെ അവനെ എനിക്ക് കിട്ടണം. അതിനുവേണ്ടി. അവനെ അവരെന്തെങ്കിലും ചെയ്താൽ ഈ കുഞ്ഞിനെ പിന്നെ അവർ ജീവനോടെ കാണില്ല. പാവപ്പെട്ടവരെ ചൂഴ്ന്നെടുക്കുന്ന കാശുകൊണ്ട് കല്ലുകാരന്മാരുടെ ഖജനാവ് വീർപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് നിന്ന് കൊഴുത്തവരാണ് ആ വീട്ടിലുള്ളവർ മുഴുവൻ. ഈ പിഞ്ചുകുട്ടിയായാൽ പോലും വെറുതെ വിടില്ല ഞാൻ ഒന്നിനെയും. റോക്കി അകത്തേക്ക് കയറിപ്പോകുമ്പോൾ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു ചിന്നുമോൾ. കീർത്തന അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ആൻറ്റി, ഈ അങ്കിൾ എന്നെ കൊല്ലുമോ? പേടിയോടെ ചിന്നുമോൾ ചോദിച്ചു. ഏയ്, അങ്കിൾ പാവമാണ് കേട്ടോ, ഒന്നും ചെയ്യില്ല, കീർത്തന കുട്ടിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അലക്സാണ്ടറിന്റെ കാർ പുറത്തു വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ദർശന കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു. ഡ്രൈവർ കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് വന്നു. എൻ്റെ മകളെവിടെ സലീമേ? ദർശനയുടെ ശബ്ദം ഉയർന്നു. സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട നിലയിലായിരുന്നു ദർശന. എൻ്റെ മകൾ, അവൾ എവിടെ? പറയാൻ. ഡ്രൈവർ സലീമിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ദർശന അലറി. ദർശനയുടെ നിലവിളി ശബ്ദം കേട്ട് നളിനിയും നാരായണനും പുറത്തേക്ക് വന്നു.
എന്താ മോളെ, എന്താ പ്രശ്നം? നീ എന്തിനാ കരയുന്നത്? ദർശനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നളിനി ചോദിച്ചു. കരഞ്ഞതല്ലാതെ അവൾക്ക് മറുപടി പറയാൻ പറ്റിയില്ല. എന്താടാ, എന്താ പ്രശ്നം? ഡ്രൈവർ സലീമിനോട് നാരായണൻ ദേഷ്യത്തിൽ ചോദിച്ചു. സാറേ, അത് ചിന്നുമോളെ രണ്ടുപേര് കാറിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയി. സലീം പറയുന്നത് കേട്ട് നാരായണനും നളിനിയും നടുങ്ങി നിന്നു. എന്നിട്ട് നീ എന്ത് നോക്കി നിൽക്കുകയായിരുന്നു? നല്ല തണ്ടും തടിയും ഉണ്ടല്ലോ നിനക്ക്, നളിനി ദേഷ്യത്തിൽ ചോദിച്ചു. എനിക്ക് തണ്ടും തടിയും ഉണ്ടായിട്ട് കാര്യമില്ല മാഡം. വന്നവന്മാർ നല്ല സൈസായിരുന്നു. കൊച്ചിനെ കൊണ്ടുപോകുമ്പോൾ തടയാൻ ചെന്ന് എനിക്കിട്ട് ഒരെണ്ണം തരികയും ചെയ്തു. സ്വന്തം കവിള് തടവിക്കൊണ്ട് സലീം പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ അലക്സ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. സാറ് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊള്ളും. ഡ്രൈവർ സലീം അവരെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. ഉവ്വ, അലക്സാണ്ടർ ഇപ്പോൾ തന്നെ ചെയ്യും. പക്ഷേ സാവിയോയുടെ അനുവാദം വേണ്ടിവരുമെന്ന് മാത്രം. പുച്ഛത്തോടെയാണ് നാരായണൻ അത് പറഞ്ഞത്. ദർശന അപ്പോഴും കരയുകയായിരുന്നു. ഇതേ സമയം വർക്കിയെ രാജീവ് കൃഷ്ണൻ ചവിട്ടിക്കൂട്ടുകയായിരുന്നു. വർക്കി കിടന്ന് നിലവിളിച്ചു. ജോസഫ് പത്രോസ് നിർവികാരനായി നിൽക്കുകയായിരുന്നു. പറയാം സാറേ, ഞാൻ എല്ലാം പറയാം, കൈകൾ കൂപ്പി തൊഴുതുകൊണ്ട് വർക്കി പറഞ്ഞു. രാജീവ് കൃഷ്ണൻ വർക്കിയെ തൂക്കിയെടുത്ത് കസേരയിലിരുത്തി. ഇപ്പോൾ മനസ്സിലായോ നിനക്ക്? കല്ലുകാരന്മാരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കാത്ത പോലീസുകാരുമുണ്ടെന്ന്. വർക്കി തല കുമ്പിട്ട് നിന്നു. ഇനി വള്ളി പുള്ളി വിടാതെ എല്ലാം നീ പറയണം. വർക്കി എല്ലാം പറഞ്ഞു. സാവിയോയുടെ ബിസിനസിന്റെ രഹസ്യങ്ങൾ, അയാൾ ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങൾ എല്ലാം. പഠിക്കുന്ന കാലം തൊട്ട് അവനൊരു പ്രശ്നക്കാരനായിരുന്നു. അവൻ്റെ അപ്പൻ ബെർണാഡ് നല്ലവനായിരുന്നു. നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കിയവൻ. എന്നാൽ ബെർണാഡിന്റെ അനിയൻ വില്യംസ് ബിസിനസ്സിൽ പരാജയമായിരുന്നു. ധാരാളം കടം വരുത്തി വെച്ചു അയാൾ. കിട്ടുന്ന കാശ് പെണ്ണിനും മദ്യത്തിനുമായി അയാൾ കൊടുത്തു. അയാൾ ഒരു രോഗിയായി. വില്യംസിന്റെ മൂത്ത മകനായ അലക്സാണ്ടറിനെ ബെർണാഡ് കൂടെ കൂട്ടി. സ്വന്തം മകൻ സാവിയോ വഴിതെറ്റിപ്പോകുന്ന വിവരം ബെർണാഡ് വൈകിയാണ് അറിഞ്ഞത്. കൊച്ചിയിലെ എവിടെയോ ഒരു സ്ഥലത്ത് ചെകുത്താനെ പൂജിക്കുന്ന പള്ളിയുണ്ട്. അവിടെയായിരുന്നു അവൻ മിക്ക ദിവസവും. ചെകുത്താനെ പൂജിച്ചാൽ ഫലസിദ്ധി കിട്ടുമെന്ന് അവൻ വിശ്വസിച്ചു. മദ്യത്തോടൊപ്പം മയക്കുമരുന്നും കഞ്ചാവും അവനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. അതിനായി അവൻ പൈസ ചെലവിട്ടു. കൂടെയുള്ള ചില സുഹൃത്തുക്കൾ വഴിയായി അവൻ മയക്കുമരുന്ന് ബിസിനസ് തുടങ്ങി. ഒരിക്കൽ പോലീസ് പിടികൂടി. ബെർണാഡ് വിവരമറിഞ്ഞു. സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന മകനെ ബെർണാഡ് പറ്റുന്നത് പോലെ എല്ലാം ഉപദേശിച്ചു. എന്നാൽ അവൻ നന്നായില്ല. പഴയ ജോലി അവൻ തുടർന്നു കൊണ്ടിരുന്നു. വീണ്ടും പോലീസ് പിടിച്ചു. ഇപ്രാവശ്യം അവനെ ഇറക്കാൻ ബെർണാഡ് പോയില്ല. അവനെ കോടതി റിമാൻഡ് ചെയ്തു. അവൻ ഈ നാടിന് ഒരു ശാപമായി മാറുന്നു എന്ന് ബെർണാഡിന് മനസ്സിലായി. അവൻ കൂടുതൽ കുറ്റങ്ങൾ ചെയ്യുന്നതിന് മുൻപ് അവനെ അവസാനിപ്പിക്കാൻ ബെർണാഡ് തീരുമാനിച്ചു. അതിനായി ബെർണാഡ് സാവിയോയെ ജാമ്യത്തിലിറക്കി. ബെർണാഡ് ഭാര്യ എലിസബത്തിന്റെ അടുത്തേക്ക് ചെന്നു. എലിസബത്തെ, നിന്റെ മകനെ നീ മറന്നേക്കൂ. അവൻ ഈ ലോകത്തിന്റെ മുന്നിൽ പാപിയാണ്, ദൈവനിഷേധിയാണ്. ജീവിച്ചിരിക്കുന്ന മകനെ പറ്റിയുള്ള പരാതികൾ കേൾക്കുന്നതിനേക്കാൾ നല്ലത് അവൻ ഇല്ലാതിരിക്കുന്നതാണ്. എലിസബത്ത് നടുക്കത്തോടെ ബെർണാഡിനെ നോക്കി. നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? അവനിനി ഈ ഭൂമിയിൽ വേണ്ട. ഭൂമിക്ക് അവൻ ഭാരമാണ്. ഉപദേശിച്ച് നന്നാക്കിക്കൂടെ? ഉപദേശിച്ചു നന്നാക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞുപോയി എലിസബത്തെ. ഇപ്പോഴവൻ ചെകുത്താന്റെ കുഞ്ഞാണ്. വേദനയോടെ തന്നെയാണ് ബെർണാഡ് അത് പറഞ്ഞത്. അയാൾ തിരിച്ചു നടന്നു. നീ അവന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കൂ. അത് പറയുമ്പോഴും ബെർണാഡിന്റെ ശബ്ദമിടറി. ക്ഷമിക്കാവുന്നതിനപ്പുറം ക്ഷമിച്ചു കഴിഞ്ഞു. ഇനി പറ്റില്ല. സാധാരണ ഒരു തെറ്റാണെങ്കിൽ ഉപദേശിച്ച് നേരെയാക്കാം. ഇത് സാത്താനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നരബലി വരെ അവൻ തുടങ്ങിയിരിക്കുന്നു. ദൈവത്തിനു വേണ്ടി ബലിയർപ്പിക്കുന്ന കന്യാസ്ത്രീകളും വൈദികരുമാണ് ഇരകൾ. കൂടാതെ ദൈവവിശ്വാസിയായ ആളുകളും അവന്റെ ഇരകളാണ്. ഇനി അവൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. കൊല്ലണം. ഇല്ലെങ്കിൽ നിരപരാധികളായ പാവങ്ങൾ മരണപ്പെടും. 2 ദിവസം കഴിഞ്ഞ് ബെർണാഡിനെ പറ്റി ഒരു വിവരവുമില്ല. ആകെ വേവലാതിയായിരുന്നു എലിസബത്തിന്. അദ്ദേഹം എവിടെ പോയി? വല്ലതും സംഭവിച്ചു കാണുമോ? സാവിയോ എന്നാൽ അമ്മയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു. ചോറും ഇറച്ചിക്കറിയും വിളമ്പി. സംശയത്തോടെ എലിസബത്ത് അവനെ നോക്കി. കഴിച്ചോളൂ അമ്മേ, നല്ല ഇറച്ചിക്കറിയാണ്.
ഞാൻ തന്നെയാണ് പാചകം ചെയ്തത്. എലിസബത്ത് വീണ്ടും അവനെ സംശയത്തോടെ നോക്കി. ഇത് ബീഫോ മട്ടനോ അല്ല, പന്നിയിറച്ചിയോ അല്ല, ഇതെന്റെ അപ്പന്റെ ഇറച്ചിയാണ്. അത് കേട്ട് നടുക്കത്തോടെ എലിസബത്ത് ചാടി എഴുന്നേറ്റു. മുന്നിലിരിക്കുന്ന ഇറച്ചിപ്പാത്രം തട്ടി താഴെയിട്ടു. നടുങ്ങി മരവിച്ചു നിന്ന് പോയ എലിസബത്തിന്റെ തലയിൽ അലമാരയുടെ ഇടയിൽ മാറ്റിവെച്ചിരുന്ന ഹാമർ എടുത്ത് അടിച്ചു സാവിയോ. ഡൈനിങ് ടേബിളിൽ ചോര തെറിച്ചു. ഒറ്റ അടിക്ക് തന്നെ എലിസബത്തിന്റെ തല തകർന്നിരുന്നു. ഡൈനിങ് ടേബിളിന്റെ മുകളിൽ തന്നെ തല വെച്ച് അവൾ കിടന്നു. തുറന്നു കിടന്നിരുന്ന അവളുടെ കണ്ണുകൾ സാവിയോ സ്വന്തം കൈകൾ കൊണ്ട് അടച്ചു. അവളുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. എനിക്കറിയാം അമ്മയ്ക്ക് അപ്പനില്ലാതെ പറ്റില്ല എന്ന്. അതുകൊണ്ടാ അപ്പന്റെ അടുത്തേക്ക് ഞാൻ അമ്മയെ കൂടി അയച്ചത്. സന്തോഷമായില്ലേ അമ്മയ്ക്ക്? അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. അതിനുശേഷം ഒരു തുണിയെടുത്ത് ടേബിളിൽ തെറിച്ചു കിടന്ന ചോര തുടച്ചു കളഞ്ഞു. ശേഷം ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറും ഇറച്ചിക്കറിയും ഇട്ട് കസേരയിലിരുന്ന് ഭക്ഷിക്കാൻ തുടങ്ങി. ആസ്വദിച്ച് അവൻ ഭക്ഷണം കഴിച്ചു. അപ്പോഴാണ് അലക്സാണ്ടറും ഞാനും കയറി ചെന്നത്. കൂടെ തന്നെ കുട്ടികളായ കിഷോറും ജെയിംസും ഉണ്ടായിരുന്നു. സാവിയോ, എന്താ ഇത്? നടുക്കത്തോടെ അലക്സാണ്ടർ ചോദിച്ചു. എന്നെ ഉപദേശിച്ച് നേരെയാക്കാൻ നടന്നതാ രണ്ടും. ഞാനങ്ങ് ഉറക്കി. അലക്സാണ്ടർ നടുങ്ങി നിന്നു. സാവിയോ കൈ കഴുകി എഴുന്നേറ്റു. ശേഷം എന്നെ ഭിത്തിയിൽ ചാരി നിർത്തി കഴുത്തിന് കുത്തിപ്പിടിച്ചു. തന്റെ അരയിൽ തിരികെ വെച്ചിരുന്ന കത്തിയെടുത്തു. ഇത് കണ്ട് ഭയന്ന് ഞാൻ നിലവിളിച്ചു. അവന്റെ മുഖം അത്രയ്ക്ക് ഭീകരമായിരുന്നു. സാവിയോ, ആരാണെന്ന് മനസ്സിലായോ നിനക്ക്? അടങ്ങി ഒതുങ്ങി നിൽക്കാമെങ്കിൽ നിൽക്കാം, ഒരടിമയെ പോലെ. അതുകൊണ്ട് ഈ മൃതദേഹം മറവ് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ഇപ്പോൾ തന്നെ ചെയ്യണം. ഞാൻ സമ്മതിച്ചു. ഇല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലുമായിരുന്നു. സാവിയോ അലക്സാണ്ടറിന്റെ അടുത്തേക്ക് ചെന്നു. അലക്സാണ്ടറെ, അടുത്തു തന്നെ എനിക്ക് തിരിച്ചു പോകണം. ഞാൻ വരുന്നതുവരെ നീ ഇവിടെ ഉണ്ടാവണം. നമ്മുടെ സാമ്രാജ്യം ഒരു തരി പോലും തെറ്റാതെ നീ നോക്കണം. ഞാൻ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നീ എന്നെ ഏൽപ്പിക്കണം. അലക്സാണ്ടർ തലകുലുക്കി സമ്മതിച്ചു. ഞാനൊരു കുഴിയെടുത്ത് എലിസബത്തിനെ അതിലിട്ട് മൂടി. അവിടെയാണ് ഇപ്പോൾ നരഭോജികളായ നായകളെ താമസിപ്പിച്ചിരിക്കുന്നത്. ഒരാളും അങ്ങോട്ട് പോവില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ സാവിയോ തിരിച്ച് ജയിലിലേക്ക് പോയി. ഇപ്പോൾ അയാൾ തിരിച്ചു വന്നു. വർക്കി പറയുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു രാജീവ് കൃഷ്ണൻ. സാറേ, അലക്സാണ്ടർ അല്ല സാവിയോ. സാത്താന്റെ മനുഷ്യാവതാരമാണ് സാവിയോ. അവനൊന്ന് ചത്തുകിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പേടിയാണ് സാറേ അവനെ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പേടിച്ചിട്ട് പലതിനും കൂട്ടു നിൽക്കേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. പറഞ്ഞുകൊണ്ട് വർക്കി കിതച്ചു. തന്നെ വിളിക്കുമ്പോൾ താൻ വരണം കോടതിയിൽ. എല്ലാം ഏറ്റുപറയണം. സാവിയോയെ എന്നേക്കുമായി പൂട്ടണം. സാറേ, അവനെ പൂട്ടിയിടുകയല്ല വേണ്ടത്, കൊന്നുകളയണം. അത്രയ്ക്ക് അപകടകാരിയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഒരുത്തനെയും അവൻ വെറുതെ വിടില്ല. മനുഷ്യരെ പോലും കൊന്നു തിന്നുന്ന ചെകുത്താന്റെ ജന്മമാണ്. വർക്കി പറഞ്ഞു. അതിനൊന്നും നമുക്ക് വകുപ്പില്ല. ഇപ്പോൾ താൻ പൊയ്ക്കോ, വിളിക്കുമ്പോൾ വരണം. വർക്കി സമ്മതിച്ചു. രാജീവ് കൃഷ്ണന്റെ കസ്റ്റഡിയിൽ നിന്നും പുറത്തിറങ്ങിയ വർക്കി റോഡിൽ കൂടെ മുന്നോട്ട് നടന്നു. പെട്ടെന്നൊരു വാൻ വന്ന് വർക്കിയെ അതിൽ പിടിച്ചു കയറ്റി മുന്നോട്ട് പോയി. 2 വാഹനങ്ങൾ പൈലിയുടെ വീടിന് മുന്നിൽ വന്ന് നിന്നു. ഒന്ന് ഒരു ടൊയോട്ട കാർ. അതിൽ നിന്നും അലക്സാണ്ടർ ഇറങ്ങി. മറ്റേത് ഒരു ജീപ്പായിരുന്നു. അതിൽ നിന്നും ബാസ്റ്റിനും ഗുണ്ടകളും ഇറങ്ങി. അവർ പൈലിയുടെ വീടിന് മുന്നിലേക്ക് നടന്നു ചെന്നു. പൈലി മുന്നിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു സിഗരറ്റ് കത്തിച്ചു വലിക്കുകയായിരുന്നു അയാൾ. പൈലിയുടെ മുന്നിൽ അലക്സാണ്ടർ വന്നു നിന്നു. എവിടെടാ നിന്റെ മകൻ റോക്കി? അലക്സാണ്ടർ ചോദിച്ചു. അവൻ എവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം? ഞാൻ അവനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. പുറത്ത് ഒച്ചയും ബഹളവും കേട്ട് ക്ലാര ഇറങ്ങി വന്നു. നീ അഭിനയിക്കുകയൊന്നും വേണ്ട. നിന്റെ മകൻ എവിടെയുണ്ടെന്ന് നിനക്കറിയാം. അത് നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എൻ്റെ ജെയിംസിന്റെ മോളെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണവൻ. അവൻ കാണാൻ പോകുന്നത് അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ശവശരീരമായിരിക്കും. അതും പറഞ്ഞുകൊണ്ട് അലക്സാണ്ടർ പൈലിയുടെ മുന്നിലേക്ക് ചെന്നു. എന്നാൽ ചാടി എഴുന്നേറ്റ പൈലി അലക്സാണ്ടറിന്റെ നെഞ്ചിനിട്ട് ചവിട്ടി. തെറിച്ചുപോയ അലക്സാണ്ടർ കാറിന്റെ ബോണറ്റിൽ ചെന്നാണ് വീണത്. ബാസ്റ്റിനും സംഘവും നടുങ്ങിപ്പോയി. സ്ഥലകാലബോധം വീണ്ടെടുത്ത അലക്സാണ്ടർ ഗുണ്ടകളുടെ നേരെ തിരിഞ്ഞു. എന്ത് നോക്കി നിൽക്കുകയാടാ, അടിച്ചു കൊല്ലടാ പട്ടിയെ.
അലക്സാണ്ടറിന്റെ ആജ്ഞ കിട്ടിയതും ബാസ്റ്റിനും സംഘവും പൈലിയുടെ നേരെ പാഞ്ഞു ചെന്നു. എന്നാൽ മുകളിലേക്ക് കൈയെത്തിച്ച പൈലി ഉത്തരത്തിന്റെ മുകളിൽ നിന്നും നീളമുള്ള വലിയൊരു സാധനം വലിച്ചെടുത്തു. അതൊരു വടിവാളായിരുന്നു. എന്റെ വീടിന്റെ പടി ചവിട്ടുന്നത് ഏതു കല്ലുകാരനാണെങ്കിലും ശരി, അവന്റെ വാലാട്ടി പട്ടികളാണെങ്കിലും ശരി, മുന്നോട്ട് വരുന്നവന്റെ കിടുക്കാമണി വെട്ടിയെരിഞ്ഞ് തെരുവ് പട്ടികൾക്ക് ഇട്ടുകൊടുക്കും ഞാൻ. വടിവാൾ ഗുണ്ടകൾക്ക് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പൈലി പറഞ്ഞു. അലക്സാണ്ടർ പതറിപ്പോയി. പൈലിയിൽ നിന്നും ഇതുപോലൊരു നീക്കം അയാൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ സ്ഥലകാലബോധം വീണ്ടെടുത്ത അലക്സാണ്ടർ തന്റെ ഗുണ്ടകളെ നോക്കി. ബാസ്റ്റിനും സംഘവും അവരും പതറി നിൽക്കുകയാണ്. എന്തുണ്ട പുഴുങ്ങാൻ നിൽക്കുവാടാ, അടിക്കടാ ഇവനെ. ബാസ്റ്റിനെ നോക്കി അലക്സാണ്ടർ അലറി. അലക്സാണ്ടറിന്റെ ആജ്ഞ കിട്ടിയതും ബാസ്റ്റിൻ പൈലിക്ക് നേരെ പാഞ്ഞു വന്നു. തന്റെ കയ്യിലിരിക്കുന്ന വടിവാള് പൈലിക്ക് നേരെ ബാസ്റ്റിൻ ആഞ്ഞു വീശി. എന്നാൽ തന്റെ ഇടത് കൈകൊണ്ട് ബാസ്റ്റിന്റെ ആ കൈയിൽ പൈലി കയറി പിടിച്ചു. ശേഷം തന്റെ വലത് കൈ ബാസ്റ്റിന്റെ വയറ്റിൽ അമർത്തിപ്പിടിച്ച് മുകളിലേക്ക് പൊക്കി പുറകിലോട്ട് മലർത്തിയടിച്ചു. തന്റെ നട്ടലൊടിഞ്ഞതുപോലെ തോന്നി ബാസ്റ്റിന്. നിലത്ത് കിടന്ന് പുളഞ്ഞു പോയി ബാസ്റ്റിൻ. പൈലിയെ തല്ലാൻ കേൾപ്പുള്ളവന്മാർ ഇനി ആരെങ്കിലും ഉണ്ടോടാ? ഗുണ്ടകളെയും അലക്സാണ്ടറിനെയും മാറി മാറി നോക്കിക്കൊണ്ട് പൈലി ചോദിച്ചു. അലക്സാണ്ടർ തന്റെ കൂടെ വന്ന ഗുണ്ടകളെ നോക്കി. ആ നോട്ടം കണ്ടതും അവർ തല കുമ്പിട്ടു. അലക്സാണ്ടറെ, ഇനി നിൽക്കണ്ട, വിട്ടോ. ഒരിക്കൽ ഞാൻ ആയുധം താഴെ വെച്ചതാണ്. ഇപ്പോൾ എന്റെ കുടുംബത്തിനു വേണ്ടി വീണ്ടും എനിക്ക് ആയുധം എടുക്കേണ്ടി വന്നു. എന്റെ കുടുംബത്തിന് നേരെ നീയോ നിന്റെ ആളുകളോ ഇനി പോരിന് വന്നാൽ നിങ്ങളെ എതിരിടാൻ മുന്നിൽ തന്നെ ഞാനുണ്ടാവും. അതുകൊണ്ട് ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് തിരിച്ചു പോയിക്കോ. പോകുമ്പോൾ ഈ കിടക്കുന്നവനെ കൂടി കൊണ്ടുപോയിക്കോ. ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരുമിക്ക്. പോടാ. അതൊരു ആജ്ഞയായിരുന്നു. അലക്സാണ്ടറിനും കൂട്ടർക്കും തിരിച്ചു പോകാതെ തരമില്ലായിരുന്നു. ഇതുപോലൊരു അപമാനം തനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നി അലക്സാണ്ടറിന്. വാൻ നിർത്തിയതും വർക്കിയെ അതിലുണ്ടായിരുന്നവർ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. സാവിയോയുടെ സങ്കേതമായിരുന്നു അത്. വർക്കിയെ അവർ സാവിയോയുടെ മുന്നിലേക്ക് തള്ളിയിട്ടു. തന്റെ കൺമുന്നിൽ സാവിയോയെ കണ്ടതും വർക്കി വിറച്ചുപോയി. സാവിയോ, എന്നെ ഒന്നും ചെയ്യരുത്. സാവിയോയുടെ മുന്നിൽ കൈകൾ കൂപ്പിക്കൊണ്ട് വർക്കി കെഞ്ചി. വർക്കി, രാജീവ് കൃഷ്ണന്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും നീ ഏറ്റു പറഞ്ഞു അല്ലേ? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു സാവിയോ. അത് ശരിയാ, നിനക്ക് വേറെ വഴിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അറിയാവുന്നത് മുഴുവൻ പറയുകയല്ലേ? ശരിയല്ലേ വർക്കി? വർക്കി ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിന്നു. നിനക്കൊന്നും പറയാനില്ലേ വർക്കി? എന്നെ കൊല്ലരുത്. ജീവിക്കാൻ അനുവദിക്കണം. എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നിങ്ങളുടെ ആരുടെയും കൺവെട്ടത്ത് ഞാൻ വരില്ല. ഇനി ഒന്നും ആരോടും ഞാൻ പറയില്ല, സത്യം. കരഞ്ഞുകൊണ്ടാണ് വർക്കി അത് പറഞ്ഞത്. എല്ലാം നീ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി ആരോട് എന്ത് പറയാൻ? സാവിയോ വർക്കിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വർക്കി, കൂടെ നിൽക്കുന്നവരെ സാവിയോ സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ കൂടെ നിന്ന് കുതികാൽ വെട്ടുന്നവരെ ഞാൻ സംരക്ഷിക്കാറില്ല, സംഗ്രഹിക്കാറേ ഉള്ളൂ. കൂടെ നിന്ന് ചതിക്കുന്നവൻ എൻ്റെ ശത്രുവാണ്. ശത്രുവിനോട് ക്ഷമിക്കാൻ ഞാൻ നിന്റെ കർത്താവല്ല, സാവിയോ ആണ്. സാത്താൻ സാവിയോ. പറഞ്ഞു തീർന്നതും ഗുണ്ടാ നേതാവ് രുദ്രന് നേരെ കൈ നീട്ടിയ സാവിയോ. രുദ്രൻ ഒരു വാൾ എറിഞ്ഞു കൊടുത്തു. ആ വാൾ കൈക്കലാക്കിയ സാവിയോ വാൾ ഉയർത്തി വർക്കിയുടെ കഴുത്തിന് ആഞ്ഞുവെട്ടി. ആ നിമിഷം തന്നെ വർക്കിയുടെ ശിരസ് തെറിച്ചുപോയി. ശിരസ് പോയ ശരീരം 1-2 അടി മുന്നോട്ട് വെച്ച് നടന്നതിനു ശേഷം കുഴഞ്ഞ് നിലത്ത് വീണു. ഇവന്റെ ശരീരം വെട്ടിനുറുക്കി നമ്മുടെ നായ്ക്കൾക്ക് ഇട്ടുകൊടുക്ക്. തല എനിക്ക് വേണം. ഒരാൾക്ക് സമ്മാനം കൊടുക്കാനാണ്. രുദ്രനോടായി സാവിയോ പറഞ്ഞു. സാറേ, വെട്ടിമുറിച്ച് കൊടുക്കണോ? നായ്ക്കൾക്ക് സ്വന്തമായിട്ട് കടിച്ചു പറിച്ച് തിന്നാനാ താല്പര്യം. രുദ്രൻ അത് പറഞ്ഞതും ചിരിച്ചുകൊണ്ട് സാവിയോ രുദ്രന്റെ തോളിൽ തട്ടി. ഗുഡ്, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. രുദ്രന്റെ തോളിൽ തട്ടിക്കൊണ്ട് സാവിയോ പറഞ്ഞു. രുദ്രന്റെ നേതൃത്വത്തിൽ വർക്കിയുടെ ശരീരം അവർ നായ്ക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ നേരത്താണ് അലക്സാണ്ടറിന്റെ കാർ അവിടെ വന്ന് നിന്നത്. അലക്സാണ്ടർ സാവിയോയുടെ അടുത്തേക്ക് വന്നു. എന്താടാ അലക്സാണ്ടർ, എന്തോ പ്രശ്നമുണ്ടല്ലോ? അലക്സാണ്ടറിന്റെ നെഞ്ചത്ത് ചവിട്ടുകൊണ്ട പാട് നോക്കിക്കൊണ്ട് സാവിയോ പറഞ്ഞു. സാവിയോ, ചിന്നുമോളെ അവന്മാർ പിടിച്ചുകൊണ്ടുപോയി. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അത് നിന്റെ കാര്യം. ആ കൊച്ചിനെ രക്ഷിക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല, സാവിയോ കൈയൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. സാവിയോ, ജെയിംസിന്റെ കുഞ്ഞാണത്. ആ കുഞ്ഞിനോട് നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ?
നമ്മുടെ കല്ലൂക്കാരന്മാരുടെ രക്തമല്ലേ ആ ശരീരത്തിലൂടെ ഒഴുകുന്നത്. അലക്സാണ്ടർ ശബ്ദമുയർത്തി പറഞ്ഞു. സാവിയോ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. കല്ലൂക്കാരന്മാരുടെ രക്തബന്ധത്തിന്റെ കാര്യം പറഞ്ഞ് നീ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റാൻ നോക്കണ്ട. കല്ലൂക്കാരൻ ബെർണാഡ് എന്ന എൻ്റെ തന്തയെ ദാ ഈ കൈകൾ കൊണ്ട് ക്രൂരമായിട്ട് കൊലപ്പെടുത്തി വെട്ടിമുറിച്ച് ഇറച്ചു കഷണമാക്കിയവനാ ഞാൻ. തൻ്റെ വലത് കൈപ്പത്തി അലക്സാണ്ടറിന്റെ നേരെ നീട്ടിക്കൊണ്ടാണ് സാവിയോ അത് പറഞ്ഞത്. അപ്പൻ്റെ ഇറച്ചി ഞാൻ ഭക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം തള്ളയെയും കൊന്നു. അതൊക്കെ നിനക്കറിയാവുന്നതാണല്ലോ അലക്സാണ്ടർ. സാവിയോ അത് പറഞ്ഞപ്പോൾ അലക്സാണ്ടറിന് ഉത്തരമുണ്ടായില്ല. അലക്സാണ്ടർ, എന്നെ സംബന്ധിച്ച് രക്തബന്ധം എന്നൊന്നില്ല. സ്വന്തം അപ്പനെയും അമ്മയെയും വരെ കൊന്നവനാണ് ഞാൻ. എനിക്ക് അപ്പൻ്റെ അനിയൻ്റെ മക്കൾ നിസാരക്കാരാണ്. എന്നുവെച്ചാൽ നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല എന്ന് മനസ്സിലായോ? അലക്സാണ്ടർ നടുങ്ങിപ്പോയി. ആ സമയത്താണ് രുദ്രൻ തെറിച്ചുപോയ വർക്കിയുടെ ശിരസ് അവിടെ ടേബിളിന് മുകളിൽ കൊണ്ടുവന്ന് വെച്ചത്. അതുകണ്ട് അലക്സാണ്ടർ നടുങ്ങി. ഒരടി പുറകോട്ട് പോയി. പിന്നെ ഒന്നും പറയാതെ തിരിച്ചു നടന്നു. തൻ്റെ കാറിൽ കയറി വണ്ടിയെടുക്കാൻ ഡ്രൈവറിനോട് പറഞ്ഞു. അലക്സാണ്ടറിന്റെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. കാറിൽ ഇരിക്കുമ്പോഴും നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു അലക്സാണ്ടർ. സാവിയോ അവനെ ഭയന്നേ പറ്റൂ. അന്നാദ്യമായി അലക്സാണ്ടറിന്റെ കണ്ണുകളിൽ ഭയം ഉരുണ്ടു കയറി. ആന്റി, അമ്മയെ കണ്ടില്ലല്ലോ ആന്റി. അമ്മയെ കാണാഞ്ഞ വിഷമത്തിൽ കീർത്തനയോട് ചിന്നുമോൾ പറഞ്ഞു. അമ്മ വരും മോളെ. അമ്മ അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ മോളെ ഞങ്ങളെ ഏൽപ്പിച്ചത്. കുട്ടിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കീർത്തന പറഞ്ഞു. അമ്മ പറഞ്ഞിട്ടാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കൗതുകത്തോടെ കുട്ടി ചോദിച്ചു. ആ അതെ, കീർത്തന പറഞ്ഞൊപ്പിച്ചു. അതിനുശേഷം കീർത്തന റോക്കിയുടെ മുറിയിലേക്ക് പോയി. മുറിയിൽ ക്ലീറ്റസും ഉണ്ടായിരുന്നു. റോക്കി, ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയി ആക്ക്. അതല്ലേ നല്ലത്. ആ കുട്ടി എപ്പോഴും കരച്ചിലാണ്, കീർത്തന പറഞ്ഞു. ഞാൻ ആ കൊച്ചിനെ കൊണ്ടുവന്നത് അതിനു വേണ്ടിയല്ല. ആദ്യം ആന്റണിയുടെ കാര്യത്തിൽ അവർ ഒരു തീരുമാനമുണ്ടാക്കട്ടെ, റോക്കി തീർത്തു പറഞ്ഞു. എങ്കിൽ ദർശനയെ കൊണ്ടുവന്ന് ഒന്ന് കാണിക്കുകയെങ്കിലും ചെയ്തൂടെ? അതിനതിൻ്റെ അമ്മയെ ഒന്ന് കാണാമല്ലോ. കീർത്തന അത് പറഞ്ഞപ്പോൾ റോക്കി മറുപടി പറഞ്ഞില്ല. കീർത്തന പിന്നെ ഒന്നും പറയാതെ പുറത്തേക്ക് പോയി. റോക്കി, ഒന്നോർത്താൽ ദർശനയുടെ കാര്യം കഷ്ടമല്ലേ? നല്ലവനാണെന്ന് കരുതി വിവാഹം കഴിച്ചവൻ ഭൂലോക ഫ്രോഡായിപ്പോയി. പോരാത്തതിന് നല്ല പ്രായത്തിൽ വിധവയാവുകയും ചെയ്തു. ഇപ്പോൾ കുട്ടിയും. ക്ലീറ്റസ് ആണ് അത് പറഞ്ഞത്. നീ എന്താ അവളെ ഓർത്ത് സഹതപിക്കുകയാണോ? നിനക്കൊക്കെ അവളെയൊക്കെ പറ്റി ചിന്തിക്കാൻ നേരമുണ്ട്. എൻ്റെ കാര്യം ആരും നോക്കിയിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. എന്തിനും ഏതിനും എന്നോടൊപ്പം ഉണ്ടായിരുന്നവനാ ഇപ്പോൾ അവിടെ കിടന്ന് നരകവേദന അനുഭവിക്കുന്നത്. അതും എനിക്കു വേണ്ടി, റോക്കി പറഞ്ഞു. അതിനുശേഷം കുറച്ചു നേരം നിശബ്ദതയായിരുന്നു. ഒടുവിൽ ക്ലീറ്റസ് തന്നെ നിശബ്ദത ഭേദിച്ചു. ജെയിംസ് ആണ് ദർശനയെ വിവാഹം കഴിച്ചതെന്ന് നിനക്കറിയാമായിരുന്നോ? ക്ലീറ്റസ് ചോദിച്ചു. ഇല്ല, അവൾ വിവാഹം കഴിച്ചു എന്നറിയാം. പക്ഷേ അത് അവനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കല്യാണത്തിന് തലേ ദിവസം ദർശന ജയിലിൽ പോയി നിന്നെ കാണണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ചിലപ്പോൾ യാത്ര പറയാനാവും, ജെയിംസിന്റെ മുന്നിൽ തല കുമ്പിട്ട് കൊടുക്കുന്ന വിവരം പറയാൻ. ക്ലീറ്റസ് അത് പറഞ്ഞപ്പോൾ റോക്കി ഒന്നും മിണ്ടിയില്ല. നീ ഒരു കാര്യം ചെയ്, ദർശന വന്ന് ആ കുട്ടിയെ ഒന്ന് കാണട്ടെ. അവളുടെ കുഞ്ഞല്ലേ അത്. രക്തം കല്ലുകാരന്മാരുടേതാണെങ്കിലും ആ ഒരു ദേഷ്യം നമുക്ക് ആ കൊച്ചിനോട് കാണിക്കാൻ പറ്റില്ലല്ലോ, ക്ലീറ്റസ് പറഞ്ഞു. മാത്രമല്ല അത് കൊച്ചുകുട്ടിയാണ്. എപ്പോഴും അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അതിന് വല്ല അസുഖവും വന്നാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും, ക്ലീറ്റസ് പറഞ്ഞു. ശരി, എന്താണെന്ന് വെച്ചാൽ ചെയ്. പക്ഷെ ഒരു കാര്യം, അവളോട് ഈ വിവരം ആരോടും പറയരുതെന്ന് പറയണം. വരുമ്പോൾ അവൾ ഒറ്റയ്ക്കായിരിക്കണം വരേണ്ടത്. കണ്ണു കെട്ടിയിട്ട് വേണം അവളെ ഇവിടെ കൊണ്ടുവരാൻ, റോക്കി പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ക്ലീറ്റസ് ഉറപ്പ് കൊടുത്തു. ഹോസ്പിറ്റലിൽ നിന്നും ശരണ്യയുടെ പേര് വെട്ടി ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. മണിമാളിക പോലുള്ള വലിയ വീട്. ഇതേതാ ഈ വീട്? ശരണ്യ കൂടെയുള്ള സ്ത്രീയോട് ചോദിച്ചു. പേടിക്കേണ്ട, ഇവിടെ നിങ്ങൾ സുരക്ഷിതയാണ്. ഇവിടെ ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. ശരണ്യയെ അവർ അകത്തേക്കൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. വലിയൊരു ബെഡ്റൂമായിരുന്നു അത്. അകത്ത് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, ഡബിൾ കോട്ട് ബെഡ്. ബെഡ്റൂം AC ആണ്. ഈ ഒരു ബെഡ്റൂം തനിക്ക് അധികമാണെന്ന് ശരണ്യയ്ക്ക് തോന്നി.
ആരായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് തന്നെ ആക്കിയത്? ആരായിരിക്കും തൻ്റെ രക്ഷകൻ? ഇവിടെ ആരും അതിക്രമിച്ചു വരില്ല എന്ന് ആ സ്ത്രീ എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത്? സാവിയോ അതിക്രൂരനായ ക്രിമിനലാണ്. ആ ക്രിമിനലിനെ പോലും വെല്ലാൻ പറ്റിയ ആരാണുള്ളത്? ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ശരണ്യയുടെ ഉള്ളിലൂടെ കടന്നുപോയി. അലക്സാണ്ടർ അകത്തേക്ക് കയറി ചെന്നു. അലക്സാണ്ടറെ കണ്ടതും ദർശന ഓടി വന്നു. ചേട്ടാ, എൻ്റെ മകൾ, അവളെ കൊണ്ടുവന്നോ? അലക്സാണ്ടർ മറുപടി പറഞ്ഞില്ല. അവന്മാർ വിട്ടു കാണില്ല മോളെ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സാവിയോ അല്ലേ? സാവിയോയെ എതിർക്കാനുള്ള ശക്തിയൊന്നും ഇയാൾക്കില്ല. നാരായണനാണ് അത് പറഞ്ഞത്. അത് കേട്ട് നാരായണനെ അലക്സാണ്ടർ ദേഷ്യത്തിൽ നോക്കി. താൻ എന്നെ ദേഷ്യത്തിൽ നോക്കുകയൊന്നും വേണ്ട. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. സാവിയോ ആരാണെന്ന് തനിക്ക് നന്നായിട്ടറിയാമല്ലോ. ഇത്രയും നാളും താൻ ഏതോ വലിയ സംഭവമാണെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത്. എന്നാൽ ഒന്നുമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി. ഒന്നും മിണ്ടാനാവാതെ അലക്സാണ്ടർ അകത്തേക്ക് പോയി. കിഷോറിൻ്റെയും ജെയിംസിൻ്റെയും ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിന്നു. ഒരു നിമിഷം അതിനു മുന്നിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും തന്നെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി അലക്സാണ്ടറിന്. ഏട്ടാ, നാരായണനെങ്കിൽ പറഞ്ഞത് ശരിയല്ലേ? ഏട്ടന് ഈ കുടുംബത്തിലുള്ള വില നഷ്ടപ്പെട്ടില്ലേ? കിഷോർ തന്നെ നോക്കി പറയുന്നു. അതെ ഏട്ടാ, സാവിയോ അയാളൊരു വൻ വൃക്ഷമാണ്. ഏട്ടൻ അയാളെ ഒന്നും ചെയ്യാനാവില്ല. ഏട്ടൻ അയാളെ ഭയക്കുന്നു. എന്താ, ശരിയല്ലേ? ജെയിംസ് ആണ് അത് പറയുന്നത്. ഇങ്ങനെ പോയാൽ അധികം നാൾ കഴിയുന്നതിന് മുൻപ് ഏട്ടനൊരു പരിഹാസ കഥാപാത്രമാവും. കിഷോർ വീണ്ടും പറയുന്നു. അത് കഴിഞ്ഞ് അവർ പൊട്ടിച്ചിരിക്കുന്നു. ഏട്ടാ, വർക്കിയെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ എപ്പോഴാ വരുന്നേ? അത് പറഞ്ഞ് വീണ്ടും അവർ പൊട്ടിച്ചിരിച്ചു. അലക്സാണ്ടർ തൻ്റെ കാതുകൾ പൊത്തിപ്പിടിച്ചു. കണ്ണുകൾ മുറുക്കി അടച്ചു. അവരുടെ ചിരി ഇപ്പോഴും കേൾക്കാം. അടുത്ത നിമിഷം തന്നെ കാലിൻ്റെ നിലത്തെറ്റി അലക്സാണ്ടർ മറിഞ്ഞു വീണു.